നമസ്കാരം. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ ഏതാനും മണിക്കൂറുകളായി അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നു, പോലീസ് തടയുന്നു. ഇതിനിടയിൽ എപ്പോഴോ മന്ത്രിക്ക് KSU പ്രവർത്തകരുടെ ഒരു ആക്രമണം അവർക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് വാർത്ത. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇവിടെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് CPIM നേതാക്കന്മാർ നേരിടുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് അദ്ദേഹത്തിന്റെ FB പേജിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം മന്ത്രിയുടെ അവസ്ഥ ഗുരുതരമാണ്, മന്ത്രിയെ ICUവിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ളതാണ്. നിലവിൽ മന്ത്രി ICUവിലാണ്. മന്ത്രിയെ കാണുന്നതിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ICUവിലെത്തിയിരുന്നു. അതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. CPIM ഒറ്റക്കെട്ടായാണ് KSUവിന്റെ ഈ ഒരു നീക്കത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് CPIMന്റെ ജില്ലാ സെക്രട്ടറിമാർ അതുപോലെ തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക FB പേജുകൾ ഇതിലൊക്കെ മന്ത്രിക്കെതിരെ നടന്ന ഈ നീക്കത്തെ ശക്തമായ രീതിയിൽ അവർ നേരിടുന്നുണ്ട്, പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മന്ത്രി V ശിവൻകുട്ടി ഇപ്പോൾ നടന്ന ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ CPIM തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ KSU പ്രവർത്തകർക്കും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഒന്നും അത് താങ്ങില്ല എന്ന രീതിയിലാണ്. എന്തായാലും ഇത്തരത്തിൽ വളരെയധികം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ CPIMന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുമ്പോൾ മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത് നിലവിലുള്ള ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രി പോലും മന്ത്രിയെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെ KSU പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഒരു നാടകമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്തുണ്ട്. KSU നേതാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം, കാരണം മന്ത്രി ആരും ആക്രമിച്ചിട്ടില്ല. പ്രതിഷേധിച്ചു എന്ന കാര്യം സത്യമാണ്, അതില് ഇപ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമില്ല. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആരോഗ്യ വകുപ്പിനെതിരെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ. സമരം നടത്തുന്ന ആളുകൾ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇവിടെ KSUവിന്റെ ഭാഗത്തു നിന്നുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും അത്തരത്തിലൊരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരുന്നു. ഈ സമയത്ത് തന്നെ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിലെവിടെയാണ് മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ എവിടെയാണുള്ളത് എന്ന് ചോദിച്ച് ഇവിടെ അതിന്റെയൊക്കെ കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി വരുന്ന സമയത്ത് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് മന്ത്രിയും തിരിച്ചെന്തൊക്കെയോ പറയുന്നു, പോലീസ് തടയുന്നു. അതിനുശേഷം മന്ത്രി ചിരിച്ച് സംസാരിക്കുന്ന മന്ത്രി പിന്നീട് KSU പ്രവർത്തകർക്കു നേരെ എന്തൊക്കെയോ പറഞ്ഞ് മന്ത്രിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് മന്ത്രി ആരും ആക്രമിക്കുന്നില്ല, പോലീസ് എത്തി പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നീട് മന്ത്രിയുടെ കൈക്ക് പരിക്കേറ്റു, കഴുത്തിന് പരിക്കേറ്റു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. CPM നേതാക്കന്മാർ എല്ലാവരും ചേർന്നത് ഏറ്റെടുക്കുന്നു. ഇവിടെ വധശ്രമത്തിന് കേസെടുത്ത് KSU പ്രവർത്തകരെ ജയിലിലടക്കുന്നു. ഇനിയും പിടികൂടാനുള്ള പ്രതികളെ ഉടൻ തന്നെ പിടികൂടും എന്ന് പറഞ്ഞ് പോലീസും രംഗത്തുണ്ട്. എന്തായാലും ഇവിടെ അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പരിശോധിക്കേണ്ടതാണ്. മന്ത്രി എന്നുള്ള നിലക്ക് അവർ അത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലക്ക് ആ പാർട്ടി അത്തരത്തിലുള്ള വല്ല അധികാര ദുർവിനിയോഗവും നടത്തിയിട്ടുണ്ടോ, പോലീസിനെ വെച്ച് എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. അത് കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് ബന്ധപ്പെട്ടവർ പുറത്തുവിടണം. കാരണം അക്രമത്തിന് ഇരയായി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മന്ത്രിയാണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്, ജനപ്രതിനിധിയാണ്. അവർക്കെതിരെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അത് ആര് ചെയ്തതാണെങ്കിലും. അതേസമയം ഈ ആക്രമണം നടന്നിട്ടില്ല എങ്കിൽ, ഇത്തരത്തിലൊരു കഥ കെട്ടിച്ചമച്ചതാണ്, മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ മന്ത്രി അഭിനയിച്ചത് എങ്കിൽ അതിനെതിരെയും നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, മന്ത്രി പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെയും നടപടി ഉണ്ടാകണം. എന്തായാലും CCTV ദൃശ്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ മന്ത്രിക്കെതിരെ ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. KSU പ്രവർത്തകരെ കുടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നടന്നത് എങ്കിൽ എനിക്ക് പറയാനുള്ളത് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി വീണ ജോർജായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ ആരോഗ്യ വകുപ്പിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മന്ത്രിയുടെ പെർഫോമൻസ് അത്ര പോരാ എന്നുള്ള അഭിപ്രായം പൊതുവെയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നത് ഒരു നാടകമാണെങ്കിൽ CPIMന് കനത്ത തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇവിടെ ഇനി വരാൻ പോകുന്ന വാർത്ത
ഇപ്പോൾ നിലവിൽ മന്ത്രിയുടെ സ്ഥിതി ഗുരുതരമാണ്, അല്ലെങ്കിൽ നില ഗുരുതരമാണ്, മന്ത്രിയെ ICUവിലേക്ക് മാറ്റി എന്ന രീതിയിലൊക്കെയുള്ളതാണ്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഒരു പ്രചരണം വിദഗ്ധ ചികിത്സക്ക് മന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ളതായിരിക്കും. കാരണം അത്രമാത്രം ഇവിടെ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയൊക്കെ മുതലാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയും, ഇവിടെ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ UDFനെതിരെ KSUവിനെതിരെ എങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്താൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ചർച്ചകളും നീക്കങ്ങളും നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മന്ത്രിക്ക് ഒരുപക്ഷെ ഇനി എന്തെങ്കിലും പരിക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ തന്നെ അതത്ര ഗുരുതരമൊന്നുമല്ല എന്നത് ആ ദൃശ്യങ്ങൾ കണ്ട നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ചില ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇനി CCTV ദൃശ്യങ്ങൾ കൂടെ വരാനുണ്ട്, അതുകൂടെ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇവിടെ വീണ ജോർജിനെ വീണ ജോർജാക്കി മാറ്റരുത് CPIM നേതാക്കന്മാർ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.